നിങ്ങളുടെ കൂട്ടുകാരുടെ കൂടെ ഫുഡ് കഴിക്കാൻ പോയതാണ്. എവിടെ ആയിക്കോട്ടെ, ഒരു റെസ്റ്റോറൻറ്റിലും ഞാൻ സങ്കല്പിക്കുന്നു. പക്ഷെ നിങ്ങൾ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. അവരാണെങ്കിൽ എന്തൊക്കെയോ കുറേ ഫാൻസി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു, ഒത്തിരി പൈസ ഒക്കെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പക്ഷെ നിങ്ങൾ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. പക്ഷേ ബില്ല് വന്നപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. എന്നിട്ട് നമുക്കെന്നാ ബില്ല് അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്താലോ, അല്ലേ? ഡിവൈഡ് ചെയ്ത് എല്ലാവർക്കും കൂടെ അങ്ങ് കഴിച്ചാലോ. ഓഹ്, ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല. പക്ഷെ അവർ കഴിച്ചതിൻ്റെ കാശും കൂടെ ഞാൻ കൊടുക്കേണ്ടി വന്നു. ഇങ്ങനൊരു ചിന്ത ഉണ്ടായിട്ടുണ്ടോ? പലപ്പോഴും നമുക്ക് ആഗ്രഹമില്ലാത്ത ഭയങ്കര വലിയ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഫ്രണ്ട്സ് വിളിക്കുന്നത് കൊണ്ട് അവരുടെ കൂടെ പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അവരോട് നോ പറയാൻ പറ്റാത്തതുകൊണ്ട് അത്രയും വലിയ ബില്ലൊക്കെ ഡിവൈഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കയ്യിൽ കാശുണ്ടാവില്ല, പക്ഷെ ഫ്രണ്ട്സിനെ വിഷമിപ്പിക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? ഇതിലും കോമൺ ആയിട്ടുള്ള വേറൊരു കാര്യം ഞാൻ പറയട്ടെ. ഫ്രണ്ട്സ് ആരെങ്കിലും പൈസ കടം ചോദിക്കും. നമുക്കും അറിയാം, അവർക്കും അറിയാം അത് തിരിച്ചറിയാൻ പോകുന്നില്ലെന്ന്. പക്ഷേ കയ്യിൽ പൈസ ഉണ്ടായിട്ട് എങ്ങനെയാണ് തരാൻ പറ്റില്ലെന്ന് പറയുന്നത്? ശരിയല്ലേ? അതുകൊണ്ട് മാത്രം കൊടുത്തു, എന്നിട്ട് ആ പൈസ പോയി, പിന്നെ അത് തിരിച്ച് കിട്ടാനേ പോകുന്നില്ല. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയാണ് പേടിക്കണ്ട, നിങ്ങൾ തന്നെയല്ല, ഞാനും ഉണ്ട് കൂടെ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഉണ്ട് കൂടെ. നമുക്കൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. പക്ഷെ നാച്ചുറൽ അല്ലാത്ത എന്താണെന്നറിയോ? ഇത്രയൊക്കെ ഉണ്ടായിട്ട് നമ്മൾ അതിനൊന്നും പഠിച്ചില്ല. നോ പറയാൻ പഠിച്ചിട്ടില്ല. നോ തറപ്പിച്ച് പറയേണ്ട കാര്യമില്ല. നമുക്ക് പല 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 ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞുതരട്ടെ. ഹലോ ഫൈറ്റേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അനുമോൾ ജോളി തോട്ടത്തുമ്യാലിൽ. നിങ്ങൾ ആരെങ്കിലും ഈ ചാനലിലോട്ട് ആദ്യമായിട്ടാണ് വരുന്നുണ്ടെങ്കിൽ എ വാം വെൽക്കം. ദിസ് ഇസ് ഹോം. നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഫ്രീ ആയിട്ട്, സ്ട്രെസ് ഫ്രീ ആയിട്ട്, പൈസയെപ്പറ്റി ചിന്തിക്കാതെ ജീവിക്കാൻ പറ്റണമെങ്കിൽ ഈ ചാനൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എൻ്റെ പഴയ വീഡിയോസൊക്കെ ഫിനാൻസിനെ പറ്റിയിട്ടും പൈസ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ്. പിന്നെ മെയിനായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നത് ബിസി ആയിട്ടുള്ള പ്രൊഫഷണൽസിനെയാണ്. അവരെ ഫിനാൻഷ്യലി ഫ്രീ ആയിട്ട് ജീവിക്കാൻ വേണ്ടി, ടെൻഷൻ ഇല്ലാതെ പൈസയൊക്കെ മാനേജ് ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് അവരെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ 1-to-1 കൺസൾട്ടേഷനിലൂടെയാണ്. അപ്പം ഞാൻ ഒരാളോട് അവരുടെ ഫിനാൻസിനെ പറ്റി അന്വേഷിക്കും. അവർക്ക് എത്ര രൂപ കടമുണ്ട്, അവർക്ക് എത്ര രൂപ ചിലവുണ്ട്, ഇതൊക്കെ നോക്കി അവരുടെ വരുമാനത്തിനനുസരിച്ച് അതൊക്കെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് അവർക്കുള്ളൊരു ഡീറ്റെയിൽഡ് പ്ലാൻ, ഫ്രം ബേസിക് എമർജൻസി ഫണ്ട് ടു ദെയർ റിട്ടയർമെൻറ്റ് പ്ലാൻ, എല്ലാം ഞാൻ പ്ലാൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കും അതിലൊക്കെ താല്പര്യമുണ്ട്, നിങ്ങൾക്കൊരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് എൻ്റെ ഒരു ഫോമിൻ്റെ ലിങ്ക് ഉണ്ട്. ആ ഫോം ഫില്ല് ചെയ്ത് അയച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന് എലിജിബിൾ ആണോ നിങ്ങളെന്ന് ഞാൻ നോക്കിയിട്ട് ഞാൻ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്കെല്ലാവർക്കും അറിയാം, പൈസയും ബന്ധങ്ങളും രണ്ടും ചേരാത്ത രണ്ട് സാധനങ്ങളാണ്, അല്ലേ? മിക്കവാറും ബന്ധങ്ങൾ തകരുന്നത് പൈസയുടെ പേരിലായിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ചില ട്രിക്സൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. പൈസയും ഇമ്പോർട്ടൻ്റ് ആണ്, ബന്ധങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പൈസയുടെ പേര് പറഞ്ഞ് ആരോടെങ്കിലും വഴക്കുണ്ടാവുന്ന ഒരവസ്ഥ വരാതെ, കുഴപ്പമൊന്നുമില്ലാതെ എല്ലാം മാനേജ് ചെയ്ത് പോകണമെങ്കിൽ അതിന് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ബൗണ്ടറീസ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ബൗണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും ഒരു ബൗണ്ടറി ഉണ്ടാവണം. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും വന്ന് ചോദിച്ചു കയ്യിലുള്ളതെല്ലാം എടുത്തു കൊടുത്തു. എനിക്ക് പണ്ടൊരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നേ, എൻ്റെ കൺസൾട്ടേഷന് വേണ്ടി വന്നതാണ്. അപ്പം ആൾ പറയാണ്, എൻ്റെ അമ്മ ഭയങ്കര നല്ല സ്ത്രീയാണ്, ഭയങ്കര കൈൻഡ് ഹാർട്ടഡ് ആണ്, പക്ഷെ ആൾക്കാരത് യൂട്ടിലൈസ് ചെയ്തു. എന്നിട്ട് പലരും പല ആവശ്യങ്ങൾക്കും വേണ്ടി പൈസ വന്ന് ചോദിച്ചു. ആള് സ്വന്തം കയ്യിലുണ്ടായ എല്ലാ പൈസയും, ഈവൻ അവരുടെ ബേസിക് ആവശ്യങ്ങൾക്ക് പോലും വേണ്ടിയുള്ള പൈസ പോലും അവർ മറ്റുള്ളവർക്ക് കൊടുത്തു. അവരെ തെറ്റ് പറയാൻ പറ്റില്ല, അവർ ചെയ്ത നല്ലൊരു കാര്യമാണെന്ന് ചോദിച്ചാൽ അതെ. പക്ഷേ അവിടെ ആരെ മുമ്പിൽ കൊണ്ടുപോയി? മറ്റുള്ളവരെ മുമ്പിൽ വെച്ചു, ഫ്രണ്ടിൽ വെച്ചു, സ്വയം താഴ്ന്നു പോയി. അപ്പോൾ സെൽഫ് എസ്റ്റീം കുറച്ച് കുറവുണ്ടായിരുന്നു. ആള് ചാരിറ്റിയിലോട്ട് ഒത്തിരി അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ കടവും കടബാധ്യതകളും ഒക്കെ ആയി ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. അപ്പോൾ ഇതിനാണ് നമ്മൾ ഫിനാൻഷ്യൽ ബൗണ്ടറീസ് വേണമെന്ന് പറയുന്നത്. ചാരിറ്റി മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ചാരിറ്റി എല്ലാവരും ചെയ്യാറുണ്ട്, ഞാനും ചെയ്യാറുണ്ട്. പക്ഷേ ആ ചാരിറ്റിക്കൊക്കെ ഒരു ലിമിറ്റ് വേണം. നമ്മൾ എത്ര രൂപയാണോ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, ചാരിറ്റി ആയിട്ട് കൊടുക്കുന്നത്, അതിനും ഒരു ബഡ്ജറ്റ് വേണം.
എല്ലാത്തിനും ഒരു ബഡ്ജറ്റ് വേണമെന്ന് പറയുന്ന പോലെ ഇതിനും ഒരു ബഡ്ജറ്റ് വേണം. ആ ബഡ്ജറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് പലരും പൈസ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് കടബാധ്യതയിലായി പോകുന്നത്. ഇങ്ങനെ ഫിനാൻഷ്യൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. പല രീതികളുണ്ട്, നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് നോ പറയാനുള്ള പല രീതികളുണ്ട്. അതിലൊന്നാമത്തതാണ് നോ യുവർ ഫിനാൻഷ്യൽ ലിമിറ്റ്സ് ആൻഡ് യുവർ പ്രയോറിറ്റീസ്. നമുക്ക് എല്ലാവർക്കും പ്രയോറിറ്റീസ് ഉണ്ട് അല്ലേ? എന്ത് കാര്യത്തിന് എടുത്താലും നമുക്ക് പ്രയോറിറ്റീസ് ഉണ്ട്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം നമുക്കറിയാം. ആദ്യം ആരെ നമ്മൾ കണക്കിലെടുക്കണം, അത് കഴിഞ്ഞിട്ട് ആരെ നമ്മൾ കണക്കിലെടുക്കണം, അത് കഴിഞ്ഞിട്ട് ആരെ കണക്കിലെടുക്കണം എന്നൊക്കെ നമുക്കറിയാം. ഇതിനെയാണ് നമ്മൾ പ്രയോറിറ്റൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ പ്രയോറിറ്റൈസേഷൻ നമുക്ക് പൈസയുടെ കാര്യത്തിലും വേണം. ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലിമിറ്റ് ഉണ്ടാവണം എല്ലാത്തിനും. നമുക്ക് ചാരിറ്റിക്കാണെങ്കിൽ ഒരു ലിമിറ്റ് ഉണ്ടാവണം. രണ്ടാമത്തെ നമുക്ക് പ്രയോറിറ്റി ഉണ്ടാവണം. ഈ പ്രയോറിറ്റി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു വലിയൊരു ഗോളുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു വീട് വാങ്ങാനുണ്ടെന്നിരിക്കട്ടെ. അപ്പം നമ്മുടെ പ്രയോറിറ്റി ഇപ്പോൾ എന്താണ്? ആ വീട് വാങ്ങാനുള്ള പൈസ സേവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ളത് എന്തായിരിക്കും? പ്രയോറിറ്റി കുറവുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, ഈ ആഴ്ച നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? അപ്പം നിങ്ങൾ പറയാണ്, എടാ ഈ ആഴ്ച ഞാനില്ലടാ, എനിക്ക് വേറൊരു കാര്യത്തിന് പൈസ സേവ് ചെയ്യാനുണ്ട്, അപ്പോൾ ഇപ്പം സിനിമയ്ക്ക് പോകാൻ പൈസ എടുക്കാൻ ഉണ്ടാവില്ല. അപ്പോൾ ആൾ പറയും, ഓ അത് കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം. അപ്പോൾ പറയാം, വേണ്ട, നീ എടുത്താലും ഞാൻ എടുത്താലും അത് പൈസ തന്നെയല്ലേ, എന്നാലും ഞാൻ നിനക്ക് തിരിച്ചു തരേണ്ടി വരില്ലേ? നമുക്ക് വീടൊക്കെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ആ സാധനം സിനിമ കാണാൻ പോവാം, നമ്മൾ എന്തായാലും അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ വീട് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഒരുമിച്ച് പോവാമെന്ന് പറയാം. നല്ലൊരു ഫ്രണ്ടാണെങ്കിൽ എന്തായാലും ഇത് മനസ്സിലാക്കും. നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ പ്രയോറിറ്റി ഇപ്പോൾ ഇതാണ്, നിങ്ങൾക്കൊരു വലിയ ഗോളുണ്ട്, അതിനുവേണ്ടി നിങ്ങൾ സേവ് ചെയ്യുവാന്ന്. രണ്ടാമത്തെ ടിപ്പ്, നിങ്ങൾക്ക് പൊളൈറ്റ് ആയിട്ടുള്ള പക്ഷേ ഫേം ആയിട്ടുള്ള റെസ്പോൺസസ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ച് പൈസ ചോദിച്ചു. അപ്പം ആൾ നോക്കുമ്പോൾ എനിക്ക് വരുമാനമുണ്ട്, എനിക്കിപ്പോൾ കാര്യമായിട്ടുള്ള ചിലവുകളൊന്നും ഇല്ല. അത് അവരുടെ ഒരു പെർസ്പെക്റ്റീവാണേ. അങ്ങനെ ചിലവുകളൊന്നും ഇല്ല, സോ വൈ നോട്ട്, എനിക്ക് കടം തരാൻ പറ്റില്ലേ എന്ന് ആൾ ചിന്തിച്ചു. പക്ഷെ എനിക്കറിയായിരുന്നു ഈ പറയുന്ന ആൾ പൈസ കൊടുക്കും, പൈസ നമുക്ക് കൊടുക്കാൻ പറ്റും, പക്ഷെ അത് തിരിച്ച് കിട്ടില്ല എന്ന് എനിക്ക് അറിയായിരുന്നു. അപ്പോൾ അങ്ങനെ കളയാൻ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ ഞാൻ ആദ്യം ആലോചിച്ചു. അതായത് നമ്മൾക്ക് ഒരാൾ നമ്മുടെ അടുത്ത് പൈസ കടം ചോദിച്ചു, അപ്പോൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് കിട്ടില്ല എന്ന് ഉറപ്പാണെങ്കിൽ ആലോചിക്കുക, ആ പൈസ എൻ്റെ കയ്യിൽ നിന്ന് പോയാൽ എന്നെ അത് ബാധിക്കില്ലേ എന്ന്. ബാധിക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ബാധിക്കും എന്നാണെങ്കിൽ നമ്മൾ എന്തായാലും നോ ആണ് പറയേണ്ടത്. അപ്പോൾ ആ നോ നിങ്ങൾക്ക് ഫേം ആയിട്ട് പറയാൻ പറ്റില്ല. ഒരു ഫ്രണ്ടാണ്, അത് പറയാൻ പറ്റില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുന്ന വേറൊരു കാര്യമാണ്, അവരോട് പറയാം, എൻ്റെ ബഡ്ജറ്റ് ഇപ്പോൾ കുറച്ച് ടൈറ്റാണ്, എനിക്ക് നിന്നെ സഹായിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇപ്പം ഞാൻ ഇച്ചിരി ടൈറ്റാണ്. ഒരു കാര്യം ചെയ്യ്, നീ നമ്മുടെ മറ്റേ ഫ്രണ്ടില്ലേ, ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ റിസോഴ്സ് പറഞ്ഞിട്ട് അവിടെ ഒന്ന് അന്വേഷിച്ച് നോക്കി നോക്ക്, അവരുടെ കയ്യിൽ പൈസ ഉണ്ടോ എന്ന് ചോദിച്ചു നോക്ക് എന്ന് പറയാം. നമ്മൾ പറയുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല. കാരണം നമ്മുടെ കയ്യിൽ നമുക്കിപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആ പൈസ ആവശ്യമുണ്ട്, നമുക്കിപ്പോൾ വേറെ പ്രയോറിറ്റീസ് ഉണ്ട്, അതിനുവേണ്ടി നമ്മൾ ചിലവാക്കുന്നുണ്ട്, നമുക്ക് അവർക്ക് കൊടുക്കാൻ കാശില്ല. അത് മാത്രമല്ല, നമ്മളവരോട് നോ പറയുക മാത്രമല്ല ചെയ്തത്, നമ്മൾ അവർക്ക് വേറൊരു സൊല്യൂഷനും കൂടെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അങ്ങനെ നോ പറയുന്നതിൻ്റെ കൂടെ വേറൊരു സൊല്യൂഷനും കൂടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരതിൽ പൊതുവെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഇനി അങ്ങനെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ആ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ആലോചിക്കണം. അവർ നിങ്ങളുടെ ജീവിതത്തിൽ വേണോ വേണ്ടയോ എന്നൊന്നും കൂടെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അവർ എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്നാണ്. അതാണോ അവർ എന്നൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. മൂന്നാമത്തെ ടിപ്പ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു സംഭവമാണ്. തുടക്കത്തിൽ ഞാൻ എന്താ പറഞ്ഞത്, നമുക്ക് ഒരു ഫാൻസി റെസ്റ്റോറൻറ്റിൽ പോയി പൈസ ചിലവാക്കാം, അങ്ങനെ ചിലവാക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. കൂട്ടുകാരുടെ കൂടെ സോഷ്യൽ ഇവൻറ്റ്സിൽ നമ്മൾ പോകുമ്പോൾ അവിടെ നമുക്ക് പൈസ ചിലവാക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഞാൻ ഇനി പറഞ്ഞുതരാൻ പോണേ. ഇങ്ങനത്തെ സോഷ്യൽ ഇവൻറ്റ്സിന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻസ് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കൊരു ഫാൻസി, നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ അടുത്ത് വന്നു, എന്നിട്ട് പറയാണ് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചാലോ. ഒരു റെസ്റ്റോറൻറ്റ് പേരും പറയാണ്, പക്ഷെ നിങ്ങൾക്കറിയാം ആ റെസ്റ്റോറൻറ്റിൽ പോയാൽ അത്യാവശ്യം നല്ല കാശാവും, അതുകൊണ്ട് അവിടെ പോകുന്നില്ല, പൈസ ഇല്ല, അതുകൊണ്ട് പോകുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് അവരോട് നോ പറയാൻ മടി. അപ്പോൾ അവർ വന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഞാൻ വരാൻ റെഡിയാണ്, പക്ഷെ നമുക്ക് ആ റെസ്റ്റോറൻറ്റ് വേണ്ട, പകരം നമുക്ക് ഈ റെസ്റ്റോറൻറ്റ് മതി എന്ന് പറഞ്ഞിട്ട് വേറൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോവാം. ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ ഓക്കെ അല്ലാത്ത സമയത്ത് നമുക്കത് നമ്മുടെ ഫ്രണ്ട്സ് വന്നു അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നു, നമുക്ക് അവരെ കൊണ്ട് പുറത്ത് പോകണം.
അപ്പം നമ്മൾ വലിയൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒത്തിരി പൈസ കൊടുത്ത് ഭയങ്കര ഭീകര ഫുഡ് കഴിക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒരു ചെറിയ ജ്യൂസ് കടയിൽ പോയിട്ട് അവിടുത്തെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ജ്യൂസ് എടുത്തിട്ട് ഇത് നല്ലതാണ്, നല്ലതായിരിക്കണം കേട്ടോ, ഇത് നല്ലതാണ്, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞ് നമുക്ക് ട്രൈ ചെയ്യാം. ഞാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിനടുത്ത് യൂസഫിൻ്റെ ജ്യൂസ് കട എന്നാന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല, മൂവാറ്റുപുഴയിലാണ്, പേടയ്ക്കാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണെന്ന് എൻ്റെ ഓർമ്മ. ആ സ്ഥലത്തിൻ്റെ പേരും എനിക്ക് അങ്ങനെ വലിയത് ഓർമ്മയില്ല. പക്ഷെ ആ ചേട്ടൻ്റെ കടയിൽ ഞാൻ സ്ഥിരമായിട്ട് പോകാറുണ്ട്. എനിക്ക് അവിടുത്തെ ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. കരിക്ക് ജ്യൂസാണ്, 30 രൂപയേ ഉള്ളൂ. പക്ഷേ ഞാൻ പലപ്പോഴും എൻ്റെ കസിൻസിനെയും കൊണ്ട് അവിടെ പോയിട്ടുണ്ട്. അത് പൈസ ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല, എനിക്ക് അവിടുത്തെ ജ്യൂസ് ഇഷ്ടമായതും കൊണ്ടും കൂടിയാണ്. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ, എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ വൈ നോട്ട് ട്രൈ ദാറ്റ്, അല്ലേ? അപ്പോൾ ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ ഒരു ഫ്രണ്ട് പറയുകയാണ് നമുക്ക് കടയിൽ പോയി ഫുഡ് കഴിച്ചാലോ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? അവർക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓപ്ഷൻ പറഞ്ഞു, നമുക്ക് ഇന്ന സ്ഥലത്ത് പോയാലോ എന്ന് ചോദിക്കുക. അപ്പോൾ അവർ പറയാം ഓക്കെ പോവാം എന്നേ പറയുള്ളൂ. അങ്ങനെയാണ് സാധാരണയായിട്ടുള്ള ഗുഡ് ഫ്രണ്ട്സ് ചെയ്യാറ്. ഈ സോഷ്യൽ ഇവൻറ്റ്സിൽ നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും വരുന്നത് ഫ്രണ്ട്സൊക്കെ കൂടുമ്പോൾ നമ്മൾ സിനിമയ്ക്ക് പോവുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ സിനിമയ്ക്ക് പോകുമ്പോൾ സ്വാഭാവികമായും നമ്മൾ സിനിമാ തിയേറ്ററിൽ എത്തുമ്പോൾ പോപ്കോൺ വാങ്ങിച്ച് കഴിക്കും. അങ്ങനെ ബഡ്ജറ്റ് ഉയരും, അല്ലേ? സിനിമ ടിക്കറ്റ് ഒരു വിധത്തിലൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ ഫുഡൊക്കെ വരുമ്പോൾ ബഡ്ജറ്റ് കൂടും. അപ്പോൾ എനിക്ക് മനസ്സിലായ അതിനുള്ള വേറൊരു ഓൾട്ടർനേറ്റീവ് കൂടെ ഞാൻ പറയാവേ. ഇത് എൻ്റെ പേഴ്സണൽ ചോയ്സാണ്, ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ UK ഇവിടെ പല തിയേറ്റേഴ്സ് ഉണ്ട്. എനിക്ക് വ്യൂ എന്ന് പറയുന്ന തിയേറ്റർ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവിടെ റിക്ലൈനർ ചെയർ ഉണ്ട്. വ്യൂവിൽ ടിക്കറ്റും കുറവാണ്, റിക്ലൈനർ ചെയറും ഉണ്ട്. പക്ഷേ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് അവരുടെ സൗണ്ട് സിസ്റ്റം അത്ര നല്ലതല്ലെന്നോ, ഐമാക്സ് നല്ലതാണെന്നോ, അങ്ങനെ എന്തൊക്കെയോ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഫോർ മീ, എനിക്ക് റിക്ലൈനർ ചെയറിലിരുന്ന് സിനിമ കാണുന്ന ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓപ്ഷനുമായി നമ്മുടെ ആവശ്യങ്ങൾ അനുസരിച്ച് നീങ്ങുകയും ചെയ്തു. ഒബ്വിയസ്ലി വീട്ടിലിരുന്ന് ലാപ്ടോപ്പിലോ TV-യിലോ കാണുന്നതിനേക്കാൾ നന്നായിട്ട് നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റും. സോ ഐ ആം ഫുള്ളി സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്. അപ്പോൾ ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്നത് വ്യൂ ആയിരിക്കും. അവിടെ മലയാള സിനിമ ഇല്ലെങ്കിൽ മാത്രമേ ഞാൻ വേറെ എവിടെയും പോയി കാണാറുള്ളൂ. അങ്ങനെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻസ് ചൂസ് ചെയ്യാം. സിനിമയ്ക്ക് ആകുമ്പോൾ പോലും നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ റിക്ലൈനർ ചെയറിന് പൈസ കൂടുതലാണ്. ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ റിക്ലൈനർ ചെയർ ആണെങ്കിലും ആ തിയേറ്ററിൽ ഫുള്ള് റിക്ലൈനറാണ്, വേറെ തിയേറ്ററിൽ ഫുള്ള് സീറ്റഡാണ്. അപ്പോൾ എനിക്ക് ആ തിയേറ്റർ ഫുള്ള് റിക്ലൈനർ ആയതുകൊണ്ട് എല്ലാത്തിനും ഒരേ പൈസയാണ്. അതിൽ തന്നെ സൂപ്പർ സേവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എങ്ങോട്ടുണ്ട്. ആ ഓപ്ഷനാണ് ഞാൻ എടുക്കാറ്. അപ്പോൾ ചീപ്പസ്റ്റ്, ഏറ്റവും അടിപൊളി എന്ന രീതിയിൽ. അങ്ങനെ പൈസയുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ലക്ഷറി ആയി ജീവിക്കണം എന്നില്ല കേട്ടോ. അത് ഞാൻ വേറൊരു വീഡിയോയ്ക്കകത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ലക്ഷറിയിൽ നമുക്ക് ജീവിക്കാം. അതിനെപ്പറ്റിയുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ കൊടുത്തേക്കാം, നോക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ചെയ്യാവുന്ന വേറൊരു ഓപ്ഷൻ, അപ്പം നാട്ടിലും ഇതേപോലെ തന്നെ റിക്ലൈനറിന് പൈസ കൂടുതലാണെന്ന് എനിക്കറിയാം. റിക്ലൈനർ എടുക്കാതെ സാധാരണ ടിക്കറ്റ് എടുക്കുക. ഇപ്പം എൻ്റെ കേസിൽ ഞാൻ പറയുകയാണെങ്കിൽ നാട്ടിൽ പോകുമ്പോൾ മൂവാറ്റുപുഴ സിനിമ ടിക്കറ്റിന് പൈസ കൂടുതലാണ് കേട്ടോ. പക്ഷേ ചാലക്കുടിയിൽ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് കൊരട്ടിയാണല്ലോ, ചാലക്കുടിയിൽ ടിക്കറ്റിന് പൈസ കുറവാണ്, സിനിമ ടിക്കറ്റിന് പൈസ കുറവാണ്. 130 സിനിമ ടിക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. നോർമൽ ഷെയറൊക്കെ തന്നെയായിരിക്കും. പക്ഷേ എനിക്ക് സിനിമ കാണാൻ എന്നുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് കൊണ്ട് ഞാൻ അവിടെയാണ് പോവാറ്. സുരഭി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ, സുരഭി തിയേറ്റർ ആണെന്ന് തോന്നുന്നു. എനിക്കാണെങ്കിൽ ആ തിയേറ്ററിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതെനിക്കൊരു നൊസ്റ്റാൾജിയാണ്. പണ്ടത്തെ സിനിമയ്ക്കകത്തുള്ള മറ്റേ ഇങ്ങനെ വളഞ്ഞു പോകുന്ന കോണിപ്പടിയൊക്കെ ഉണ്ട് അവിടെ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അവിടെയാണ് പോവുക. അങ്ങനെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് ചൂസ് ചെയ്ത് നമുക്ക് അവിടെ സിനിമ കാണാൻ പോവാം, അല്ലേ? അപ്പോൾ ഇതുപോലെ സോഷ്യൽ ഇവൻറ്റ്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങളും പറയാം. അപ്പോൾ അത് അവരും ഓക്കെ ആയിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ പോപ്കോണിൻ്റെ പൈസ ഇല്ലേ, അത് കുറയ്ക്കുക. ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇവിടെ കടയിൽ പോയാൽ പോപ്കോൺ വാങ്ങിക്കാൻ കിട്ടും, ഭയങ്കര പൈസ കുറവാണ്. തിയേറ്ററിലുള്ളത് 10 ഇരട്ടിയായിരിക്കും പൈസ. നാട്ടിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് കപ്പ വറുത്തത് വാങ്ങാം, ചക്ക വറുത്തത് വാങ്ങാം, പിന്നെ ഒരുപാട് ജ്യൂസുകളൊക്കെ വാങ്ങാം. ഇതൊക്കെ വാങ്ങിച്ച് നമുക്ക് പോകാമല്ലോ തിയേറ്ററിൽ. അങ്ങനെയും ചെയ്യാം. ഇതൊക്കെ നമ്മുടെ തന്നെ ചോയ്സുകളാണ്. അടുത്ത ടിപ്പ്, എൻ്റെ അമ്മ പറയുന്നൊരു പഴഞ്ചൊല്ലാണ്, 1000 കുടത്തിൻ്റെ വാ മൂടിക്കെട്ടാം, പക്ഷെ ഒരു മനുഷ്യൻ്റെ വാ മൂടിക്കെട്ടാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഭയങ്കര പിശുക്ക് ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ബഡ്ജറ്റിനുള്ളിൽ നിന്ന് ജീവിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരും ഫാമിലി മെമ്പേഴ്സ് വരെ ആവാം, അവർ പറയും, ഓ
നിങ്ങൾ ഭയങ്കര പിശുക്കനാണ്, നിങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ജീവിക്കും, നിങ്ങൾ ഒട്ടും പൈസ ചിലവാക്കുന്നില്ല എന്നൊക്കെ പറയാം. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പറയുന്നത് പോലെയല്ല നമ്മൾ ജീവിക്കേണ്ടത്. ഒന്ന്, ഇനി അവരോട് നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഒരു ആവശ്യവും. അവരങ്ങനെ പറഞ്ഞോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1000 കുടത്തിൻ്റെ വാ മൂടിക്കെട്ടാം, ഒരു മനുഷ്യൻ്റെ വാ മൂടിക്കെട്ടാൻ പറ്റത്തില്ല. അപ്പോൾ പക്ഷെ നിങ്ങൾക്ക് പറഞ്ഞേ പറ്റുള്ളൂ, നിങ്ങൾക്ക് നിങ്ങളെ ജസ്റ്റിഫൈ ചെയ്തിട്ടേ പറ്റുള്ളൂ എന്നാണെങ്കിൽ സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം, എനിക്കിതാടാ വർക്ക് ആവുന്നത്, എനിക്ക് ഇങ്ങനെ പോയാലേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവത്തുള്ളൂ, ഞാൻ ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ എനിക്ക് ഇങ്ങനെ ചിലവാക്കണം, എനിക്ക് ഇതേ പറ്റുള്ളൂ, ദിസ് വർക്ക്സ് ഫോർ മീ, ഇതാണ് എനിക്ക് വർക്ക് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ സിമ്പിൾ. നമ്മൾ മറുപടി പറയുകയും ചെയ്തു, പിന്നെ അവർക്കൊന്നും പറയാനില്ല, എനിക്കിത് എൻ്റെ രീതി ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? അത്രയേ ഉള്ളൂ. നിങ്ങളുടെ അടുത്തുനിന്ന് ആൾക്കാർ സ്ഥിരമായിട്ട് പൈസ വാങ്ങാറുണ്ടോ? പൈസ കടം ചോദിക്കാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് അടുത്ത ടിപ്പ്. ഈ സ്ഥിരമായിട്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് ആൾക്കാർ കടം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, പൈസ ലെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും ഒരു ബഡ്ജറ്റ് വെക്കുക. കടം കൊടുക്കുന്നതിനും ഒരു ബഡ്ജറ്റ്, കേട്ടോ. ഇത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആവണമെന്നില്ല. സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ബഡ്ജറ്റ് വെക്കുക. ആ ബഡ്ജറ്റിനകത്ത് നിന്ന് മാത്രം കടം കൊടുക്കുക. പിന്നെ കടം കൊടുത്തേ പറ്റുള്ളൂ, ഒരു രക്ഷയില്ല, വേറെ നിവൃത്തിയില്ല, അവർ ചോദിച്ചു നീ കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ചെയ്യാവുന്നൊരു ഓപ്ഷൻ, ആ കടം കൊടുത്ത പൈസ നിങ്ങൾക്ക്, അവർ ചോദിക്കുന്ന പൈസ ഇപ്പോൾ ഒരു 10,000 ആണെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ച് പറയാം. ഓക്കെ, എൻ്റെ അടുത്ത് 10,000 എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ല എടുക്കാൻ, പക്ഷെ 1000 എൻ്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ 5000 എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ തരാം, അത് മതിയോ എന്ന് ചോദിക്കാം. അത് മതിയെങ്കിൽ അത് കൊടുക്കാം. ഇനി അതൊരു ഓപ്ഷൻ. അവർ തിരിച്ചു തരുന്ന ആൾക്കാരാണെങ്കിൽ 10,000 ഫുള്ള് കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. തിരിച്ച് തരാത്തവരാണെങ്കിൽ ചെയ്യേണ്ടത്, അണ്ടർലൈൻ ചെയ്ത് പറയാം, തിരിച്ച് തരാത്തവരാണെങ്കിൽ ചെയ്യേണ്ടത് ആ പൈസ ഒരു ഗിഫ്റ്റായിട്ട് കണക്കാക്കുക. നിങ്ങൾ ചാരിറ്റിക്കൊക്കെ പൈസ കൊടുക്കാറില്ലേ, അതുപോലെ ആ ചാരിറ്റിയുടെ ബഡ്ജറ്റിനകത്ത് ഇതും കൂടെ ഉൾപ്പെടുത്തുക. അതായത് ഇപ്പോൾ അവർ 10,000 ചോദിച്ചു, അവരോട് പറയാം 10,000 എൻ്റെ അടുത്ത് ഇപ്പോൾ എടുക്കാനില്ല, 1000 ഞാൻ നിനക്ക് ഗിഫ്റ്റായിട്ട് തരാം, നീ എനിക്ക് തിരിച്ച് തരണ്ട, പക്ഷേ ഈ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന പരിപാടി ഒന്ന് നിർത്തൂ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങൾക്കത് ഫ്യൂച്ചറിലോട്ട് കണ്ടിന്യൂ ചെയ്യാതിരിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ ബൗണ്ടറീസ് ഏതൊക്കെയാണെന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇത്രയും നേരം വീഡിയോയിൽ പറഞ്ഞ ആ നോ പറയാനുള്ള വഴികൾ നമുക്കൊന്നും കൂടെ നോക്കിയാലോ. 1, നിങ്ങളുടെ ഫിനാൻഷ്യൽ ലിമിറ്റുകളും പ്രയോറിറ്റീസും മനസ്സിലാക്കുക. 2, നിങ്ങൾക്ക് പൊളൈറ്റ് ആയിട്ടുള്ള പക്ഷേ ഫേം ആയിട്ടുള്ള റെസ്പോൺസസ് ഉണ്ടാവണം. 3, സോഷ്യൽ ഇവൻറ്റ്സിന് സ്പെൻഡിങ് ലിമിറ്റ് സെറ്റ് ചെയ്യുക, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓപ്ഷൻസ് സജസ്റ്റ് ചെയ്യുക. 4, നിങ്ങളുടെ ഫിനാൻസസ് ജസ്റ്റിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങളെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല. 5, ക്രിയേറ്റ് എ പേഴ്സണൽ ഫിനാൻഷ്യൽ പോളിസി, കടം കൊടുക്കുന്നതിനും ചാരിറ്റിക്കും ഒക്കെ ഒരു ബഡ്ജറ്റ് ഉണ്ടാവണം. നോക്ക്, ഞാനും ഇതുപോലെ ഫിനാൻഷ്യൽ ബൗണ്ടറീസ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റാതെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എൻ്റെ കൂടെ പലരും ഫുഡ് കഴിക്കാൻ വന്നിട്ട് അവർ പൈസ കൊടുക്കാതെ അവർ കൈയെടുക്കാൻ പോയി, ഞാൻ പൈസ കൊടുക്കേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഫിനാൻഷ്യൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചതിൽ പിന്നെയാണ്, നോ പറയാൻ പഠിച്ചതിൽ പിന്നെയാണ് ഞാനും ഇതിനകത്തൊക്കെ മാറിയത്. അപ്പം നിങ്ങൾക്കും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ വിഷമിക്കണ്ട, നിങ്ങൾ ആരും തനിച്ചല്ല. താഴോട്ട് നോക്കൂ, താഴെ നിങ്ങൾ വ്യൂസ് കാണുന്നില്ലേ? ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സോ ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ നമ്മൾ നമ്മുടെ തെറ്റുകളിൽ നിന്ന് പഠിച്ച് വളരുവാണ് വേണ്ടത്, അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇതുപോലെ നോ പറയാൻ പറ്റാത്ത എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് ആർക്കും അറിയില്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവാം. അതൊക്കെ നമുക്ക് കമൻസിൽ മനസ്സിലാവും, എല്ലാവരും ഇതുപോലെയാണോ അല്ലെങ്കിൽ എല്ലാവർക്കും ഡിഫറൻ്റ് ആണോ എന്നുള്ളത്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരുപാട് ഫിനാൻസ് റിലേറ്റഡ് ടിപ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടാവും, അവൻ സ്ഥിരമായിട്ട് കടം കൊടുത്ത് മുടിഞ്ഞവനാണ്, അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അവന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, കമൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പോൾ എനിക്ക് ഇനി ഇതുപോലത്തെ വീഡിയോസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ടാറ്റാ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ യൂട്യൂബ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നു, ഒന്ന് പോയി കണ്ടു നോക്കേ.